രാജേശ്വരി വെങ്കിട്ടരമണൻ. മലയാളം ഷോർട്ട് ഹാൻഡ് 50 വാക്ക് സ്പീഡാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. മുകളിൽ കാണുന്ന 2 ബുക്കുകളും ഞാൻ എഴുതിയതാണ്. ഒന്ന് നീല കളറിൽ ഉള്ളത് സെക്കൻഡ് പേപ്പർ KGT പരീക്ഷയ്ക്ക് വരുന്ന, അതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ട്. യെല്ലോ കളറിലുള്ള ബുക്ക് സ്പീഡാണ്, ഫസ്റ്റ് പേപ്പർ KGT. അതിൽ വിത്ത് ഔട്ട്ലൈനാണ്. ഇങ്ങനെ ഔട്ട്ലൈനുള്ള ബുക്ക് വേറെ എവിടെയും കിട്ടില്ല, ആരും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ എഴുതിയതുണ്ട്, അവൈലബിളാണ് സെയിലിന്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. ഫോൺ ചെയ്താൽ ഞാൻ വാട്സപ്പിൽ കൂടി സ്പീഡ് പോസ്റ്റിൽ കൂടി അയച്ചു തരുന്നതാണ്. ഞാനിതുകൂടാതെ ഞാൻ വാട്സപ്പിൽ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുത്തു തരാം. ഓക്കെ. ജനകീയ ആരോഗ്യം. ആരോഗ്യം എന്ന വാക്കിന് വന്ന അടിസ്ഥാനപരമായ മാറ്റമാണ് ജനകീയാരോഗ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആരോഗ്യം എന്നതിന് സ്വീകരിച്ചിരുന്ന സമവാക്യം ഇതായിരുന്നു: ഡോക്ടർ, മരുന്ന്, ആശുപത്രി. ഈ സമവാക്യം ജനകീയാരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മാറ്റി: ശുചിത്വം, വ്യായാമം, പോഷകാഹാരം. രണ്ടാമത് പറഞ്ഞ രീതി വ്യക്തിതലത്തിൽ പോലും ആരോഗ്യ സമ്പാദനമെന്ന കാഴ്ചപ്പാടിൽ പരാശ്രിതത്വത്തിന് പകരം സ്വാശ്രയം കൈവരിക്കുന്നു. വ്യായാമം എന്ന വാക്കിൽ ആരോഗ്യശീലങ്ങളും വരും. പരാശ്രിതത്വത്തിൽ ചൂഷണത്തിനും മേൽക്കോയ്മയ്ക്കും കുത്തക സ്ഥാപിക്കാനുള്ള സാധ്യത ഏറെ ആണ്. നിലകൾ ഏറെയുള്ള ആശുപത്രികളും അവിടത്തെ ഹൈടെക് സംവിധാനങ്ങളും പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന രംഗസജ്ജീകരണങ്ങളും മരുന്ന് മുതലാളിമാരുമാണ് ഇന്നത്തെ ആരോഗ്യമേഖല കൈയടക്കി ഇരിക്കുന്നത്. അവിടെ ചെല്ലുന്ന രോഗിയുടെ രോഗമാണ് പ്രധാനം, രോഗി അല്ല. കൂടിയ രോഗങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ആരോഗ്യരംഗം വളർന്നതിൻ്റെ അനാരോഗ്യകരമായ രീതിയാണ് ജനകീയാരോഗ്യം എന്ന സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരണ നൽകിയത്. പരാശ്രയത്വം ആണ് ആരോഗ്യമേഖലയെ തകർത്തത്. അവിടെ സ്വാശ്രയം വന്നാലേ എല്ലാവർക്കും ആരോഗ്യം എന്ന സത്യം സംസ്ഥാപിതമാവുകയുള്ളൂ. ആരോഗ്യരംഗത്തെ ഈ പ്രൊഫഷണലിസത്തിന് എതിരെ ഉള്ള കൂട്ടായ്മയാണ് ജനകീയാരോഗ്യം എന്ന സമസ്ത പദം നിർദ്ദേശിക്കുന്നത്. തനതായി വരുന്നതോ കൂട്ടായി വരുന്നതോ ആയ സാമൂഹ്യ ആരോഗ്യ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ പരിപാടികളോടുള്ള സഹകരണവുമാണ് ജനകീയ
ആരോഗ്യം കൊണ്ട് വിവക്ഷിക്കുന്നത്. ആരോഗ്യരംഗത്ത് വളരുന്ന കടുത്ത ചൂഷണത്തിന് എതിരെ സൃഷ്ടിപരമായ ബദൽ സംവിധാനത്തിലൂടെ ജനകീയ കൂട്ടായ്മ പ്രാവർത്തികം ആക്കുന്നതാണ് ജനകീയാരോഗ്യം. ഒറ്റപ്പെട്ട വ്യക്തിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് ഓടൊപ്പം ഒരു കൂട്ടം ജനങ്ങളെ നശിപ്പിക്കുന്ന സാംക്രമിക രോഗങ്ങൾ വരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി ആ രോഗം ജനിച്ച അവസ്ഥയെ ഇല്ലാതാക്കുകയാണ് ജനകീയാരോഗ്യം എന്ന കർമ്മ പരിപാടി കൊണ്ട് ലക്ഷ്യം ആക്കുന്നത്. ആരോഗ്യ സംവർദ്ധകമായ ഒരു പെരുമാറ്റ രീതിയിലേക്ക് സമൂഹത്തെ കൈപിടിച്ച് നടത്തുക ആണിത്. ചില പ്രത്യേക കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, കൊറോണ ഇവിടെ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാൻ ഒറ്റപ്പെട്ട ചികിത്സ കൊണ്ട് ആവില്ല. ഇവിടെ സമൂഹത്തെ ചികിത്സിക്കണം. പ്രൊഫഷണലിസത്തിന് ഇത് ആവുകയില്ല. നിശബ്ദമായ വിപ്ലവത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് ഒരു ജനതയെ തന്നെ ഒരുക്കി എടുക്കുകയാണ് ജനകീയാരോഗ്യ പ്രവർത്തകർ ചെയ്യുന്നത്. അലോപ്പതിയെ ആശ്രയിക്കുന്നവരും മരുന്ന് മുതലാളിമാരും അവർ പറയുന്ന മരുന്ന് എഴുതിക്കൊടുക്കുന്ന ഡോക്ടർമാരും അത് വാങ്ങിക്കഴിച്ച് തൃപ്തരാവുന്ന രോഗികളും ചേർന്ന് രോഗ ചികിത്സയാണ് ആരോഗ്യമെന്ന ധാരണ വരുത്തിയിരിക്കുന്നു. ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിന് മുൻഗണന എന്ന് ഉറക്കെ പറയുന്നു എങ്കിലും ആരും അതിന് മുതിരുന്നില്ല എന്നല്ല, ജനപ്രതിനിധികൾ അടക്കം ഉള്ള ആളുകൾ ആശുപത്രികളും കിടത്തി ചികിത്സിക്കുന്നതിന് ഉള്ള ഉപാധികളും അധികം ഉണ്ടായി വരാൻ മുറവിളി കൂട്ടുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതു തന്നെ രോഗപ്രതിരോധ ലക്ഷ്യത്തോടെ ആണെന്ന് സത്യം മറന്നാണ് നാം പ്രവർത്തിക്കുന്നത്. ലാഭം കൊയ്യുന്ന ഇടനിലക്കാർ വച്ച് നീട്ടുന്ന സുഖസൗകര്യങ്ങളാണ് മെച്ചപ്പെട്ട ചികിത്സയല്ല ആളുകളെ നക്ഷത്ര സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് നയിക്കുന്നത്. കമ്പോളവത്കരണവും കച്ചവട താൽപ്പര്യവും മുതലാക്കി ആശുപത്രിയും പരിസരവും